വിസ്മയം അവതരിപ്പിക്കുന്ന വാർത്തയിലെ വ്യക്തി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതി രമണീയമായ ഹൃദയം കവരുന്ന ഒരു നാടുണ്ട്. സ്നേഹനിധികളായ ജനങ്ങൾ വസിക്കുന്ന ലക്ഷദ്വീപ് എന്ന മനോഹരമായ നാട്. ആ നാടിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ് ഡോക്ടർ അബു കുമാളി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നാഷണൽ കിസാൻ ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഒരുപാട് നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ ഡോക്ടർ അബു കുമാളി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലാന്റേഷൻ്റെ MD-യും അതുപോലെ തന്നെ വാർഡ് കേരളയുടെ സംസ്ഥാന ചെയർമാനുമാണ്. അതുപോലെ നാഷണൽ കിസാൻ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ്. ലക്ഷദ്വീപിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടി. ലക്ഷദ്വീപ് കൃഷി ഓഫീസർ ലക്ഷദ്വീപിൻ്റെയും കേരളത്തിൻ്റെയും പരമ്പരാഗത പരിസ്ഥിതി കൃഷി സൗഹൃദ കൃഷിരീതികൾ കണ്ടെത്തുന്നതിനും പരസ്പരം കൈമാറുന്നതിനും പുതിയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ലക്ഷദ്വീപും കേരളവുമായി സഹകരിക്കുമെന്ന് അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞു. എക്കോപീസ് മിഡിൽ ഈസ്റ്റിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ലക്ഷദ്വീപിലെത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രമുഖ പൗരപ്രധാനികളിലൊരാളായ UCK തങ്ങളുമായി ഞാൻ അഭിമുഖം നടത്തുകയും UCK തങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു. നല്ലൊരു അനുഭവമുള്ള നാടാണ് ലക്ഷദ്വീപെന്നും ഇവിടെ എത്തിയാൽ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ചെയ്യാത്ത വികസനം മാത്രമേ ലക്ഷദ്വീപിൽ നടന്നിട്ടുള്ളൂ എന്നും ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ലക്ഷദ്വീപിൽ എത്തണമെന്നും ഏറ്റവും കൂടുതൽ വിദേശികളെ ആകർഷിക്കാനുള്ള സാഹചര്യം, ഒരു നല്ല ഒരു കാലാവസ്ഥ, അതുപോലെ നല്ലൊരു കാഴ്ച, അതുപോലെ നല്ലൊരു മനസ്സിനിണങ്ങുന്ന സൗഹൃദ മനുഷ്യർ, ഇതെല്ലാം ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേക ഗുണങ്ങളായി എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലെ ആതിഥ്യ മര്യാദയെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ വയ്യ. ഇന്നലെ തന്നെ 2 വീടുകളിലേക്ക് ക്ഷണം ലഭിച്ചു. പിന്നെ വീണ്ടും തിരിച്ചു വരാ എന്ന ഒരു വാക്ക് കൊടുത്തുകൊണ്ടാണ് ലക്ഷദ്വീപ് ജനതയിൽ നിന്ന് അകന്നു പോകുന്നത്. ഒരു ദിവസത്തെ ലക്ഷദ്വീപിൻ്റെ സന്ദർശനം ഒരു വലിയ കാലഘട്ടം ലക്ഷദ്വീപിൽ ജീവിച്ച അനുഭവമാണ് എനിക്ക് വരുത്തി തീർത്തത്. തെങ്ങ് കൃഷി ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേക ദൈവം നൽകിയ ഒരു വരദാനമായിട്ടാണ് തെങ്ങ് കൃഷിയെ കാണാൻ കഴിയുക. കാരണം എവിടെ നടന്നു നോക്കിയാലും തെങ്ങ് എന്നതൊരു വലിയ സംരംഭമായി, ഇവിടെ ഒരു വലിയ കൃഷിരീതിയായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, ഇവിടുത്തെ ജനതയുടെ പ്രധാനമായ ജീവിതമാർഗവും തെങ്ങും മത്സ്യബന്ധനവുമാണ്. ഇന്നലെ നടന്ന ഫെസ്റ്റിവലിൽ ഞാൻ ഒരു അതിഥിയായി പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഫെസ്റ്റിവലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനതയെ ആകർഷിക്കുന്നൊരു സംഭവമാണ് കവരത്തിയിലെ ഫെസ്റ്റിവൽ. ഏകദേശം 10,000-ഓളം ആളുകൾ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ലക്ഷദ്വീപിൽ മറ്റൊരു പ്രത്യേകത കാണാൻ കഴിയുന്നത്, ലക്ഷദ്വീപിന് മറ്റുള്ള പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും യാത്ര ചെയ്ത എനിക്ക് ലക്ഷദ്വീപിൽ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ജനതയുടെ ഒരു ഐക്യ മനോഭാവമാണ്. ഇവിടെ ചെന്നാലും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് വേണ്ട എന്ത് സേവനങ്ങളും അവിടുന്ന് നമുക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല, പോലീസ് കേസുകൾ വളരെയധികം കുറവാണ് ഈ പ്രദേശത്ത്. അതാണ്, ഒരു പോലീസ് കേസുകളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അതുമാത്രമല്ല, നമുക്കിവിടെ വേറൊരു പ്രത്യേകത, UCK തങ്ങളുമായുള്ള കൂടിക്കാഴ്ച. UCK തങ്ങൾ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ് UCK തങ്ങൾ. അപ്പോൾ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരുപാട് ലക്ഷദ്വീപിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ കാർഷിക മേഖലയിൽ നമ്മോട് കേരളവുമായി സഹകരിക്കുക എന്ന ഇവരുടെ ഈ വാഗ്ദാനം വല്ലാത്തൊരു മുതൽക്കൂട്ടാണെന്നും ഈ യാത്ര വലിയൊരു അനുഭവമാണ് സൃഷ്ടിച്ചത് എന്നും പറയാതിരിക്കാൻ ഈ സമയത്ത് വയ്യ. പിന്നെ ഇവിടുത്തെ വിപണനമാണ്. മത്സ്യവിപണനത്തിൻ്റെ ഒരു പ്രത്യേകത, മത്സ്യം കൊണ്ടാണ് എല്ലാ വിഭവങ്ങളും. 1-2 ഫുഡുകൾ എനിക്ക് പേര് ഓർമ്മിക്കുന്നില്ല, പ്രത്യേകമായ വിഭവങ്ങളാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ചെടികളെടുത്ത് പറയുമ്പോൾ പാട്ടി എന്ന് പറഞ്ഞ ഒരു മരയുണ്ട് ഇവിടെയും. പാട്ടി എന്ന് പറഞ്ഞ മരത്തിൻ്റെ ഇലയിലാണ് ഇവർ ഒരു പത്തിരി ചുടുന്നുണ്ട് എന്നാണ് ഇവർ നമ്മോട് പറഞ്ഞത്. ആ പാട്ടി എന്ന് പറഞ്ഞൊരു ഇല. അതുപോലെ ഇവിടെ നമുക്ക് കണ്ടമാനം കാണാൻ കഴിയുന്ന ഒരു സാധനമാണ് കടച്ചക്കയുടെ മരം. കടച്ചക്കയുടെ
പായസം ഇവർ കടച്ചക്ക ഒരു പ്രത്യേക രീതിയിൽ പാകം ചെയ്തിട്ടുണ്ട്. ആ കടച്ചക്ക പാകം ചെയ്ത് അത് ഇന്ന് ഉച്ചഭക്ഷണത്തിന് MCK തങ്ങളുടെ വീട്ടിൽ നിന്ന് അതാണ് അവർ ഒന്ന് തന്നത്. പിന്നെ വേറൊരു പാട് വിഭവങ്ങൾ പേരെനിക്ക് ഓർമ്മിച്ചെടുത്ത് പറയാൻ കഴിയില്ല. അതൊക്കെ ലക്ഷദ്വീപിൻ്റെ പ്രത്യേകമായ വിഭവങ്ങളാണ്. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നി. പിന്നെ മറ്റൊന്ന് മല്ലി കറിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു പ്രത്യേകത കൂടി വളരെ ശ്രദ്ധിച്ചു ഞാൻ ഈ ഭക്ഷണ രീതിയിൽ. ഇവരധികം മല്ലി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് എന്ന് തോന്നുന്നു. അത് കറിയിലൊന്നും മല്ലി കാണാനില്ല. അതായത് പിന്നെ എൻ്റെ അനുഭവത്തിൽ കിട്ടിയതാണ്, ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറെ ഒന്ന്, നമുക്ക് എവിടെ, അതായത് കവരത്തി ദ്വീപിലാവട്ടെ ഈ അഗത്തി ദ്വീപിലാവട്ടെ, ഇവിടെയൊക്കെ വന്നാൽ നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ അനുഭവങ്ങളും ഒരുപാട് രാജ്യങ്ങളുടെ യാത്ര ചെയ്ത അനുഭവങ്ങളൊക്കെ വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സേവനമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതാണ് ഇത് പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ലക്ഷദ്വീപുകാരൻ്റെ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. പിന്നെ വിവാഹ ശൈലിയെക്കുറിച്ച് ഞാനിവിടെ അന്വേഷിച്ചപ്പം കേരളത്തിലെ കണ്ണൂരുള്ള വിവാഹ ശൈലിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതായത് ഭാര്യയുടെ വീട്ടിലാണ് ഭർത്താവ് താമസിക്കുന്ന ആ ശൈലിയാണ് വിവാഹ രീതിയിൽ ഇവിടെ ഇവരവലംബിക്കുന്നത്. പിന്നെ എല്ലാ മേഖലയിലും സ്ത്രീകൾ ധാരാളം ഉണ്ട് എന്നതാണ്. കച്ചവടത്തിൻ്റെ മേഖലയായാലും മറ്റുള്ള എല്ലാ മേഖലയിലായാലും സ്ത്രീകളുടെ ധാരാളം പങ്കാളിത്തമുണ്ട്. സ്ത്രീകൾ എല്ലാ മേഖലയിലും സജീവമായിട്ടുണ്ട്. പുരുഷനോടൊപ്പം സ്ത്രീകളും പങ്കാളികളാണ് എന്നൊരു വസ്തുത കൂടി നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പം ഇവിടെ കാര്യമായ രോഗങ്ങളില്ല. എന്നിരിക്കുള്ള രോഗങ്ങൾ ഈ ഷുഗറുമായി പ്രമേഹ രോഗമാണ്. അപ്പോൾ പ്രമേഹ രോഗം അതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പം അമിതമായ അരി ഭക്ഷണത്തിൻ്റെ ഉപയോഗവും പഞ്ചസാരയുടെ ഉപയോഗവും ഇവിടെ ഭക്ഷണ രീതികളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നത് അതിൻ്റെ ഒരു റീസൺ ആണോ എന്ന് സംശയിക്കപ്പെടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കാവുന്നത്, ഇവരുടെ ആരോഗ്യരംഗത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറുമായി ഇപ്പോൾ സംസാരിച്ചപ്പം ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഒരു 75% മരുന്നുകളും ലഭിക്കുന്നുണ്ട് എന്നാണ്. ആയുർവേദ മേഖലയിലൊക്കെ നല്ല സജീവമായിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇവർ ഈ ജനത ഭയങ്കര ബോധവാന്മാരാണ്. അതായത് രാഷ്ട്രീയ ബോധമുണ്ട്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. രാഷ്ട്രീയ ബോധവും ഇവരെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ ചലനങ്ങളും ലക്ഷദ്വീപ് ജനതയെ ബാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു സത്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാവുന്നത്, ഇവർക്ക് പ്രത്യേക കടുംപിടുത്തങ്ങളൊന്നും ഒരു മേഖലയിലും കാണാനില്ല. അതായത് ഇവരുടെ ആരോഗ്യരംഗം അല്ലെങ്കിൽ ഇവരുടെ പബ്ലിക് പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ കാണാവുന്ന ഒരു വസ്തുത, പ്രത്യേക ഇതൊന്നുമില്ല. എല്ലാവരും സജീവമായിട്ട് പങ്കാളിത്താണ്. സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, എല്ലാവരും സജീവമായി എല്ലാ മേഖലയിലും പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ കടലിനെ പറ്റിയൊന്ന് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കടൽ. അതുപോലെ പിന്നെ നമ്മളെ കേരളത്തിൽ കോവളം, അതുപോലെ പിന്നെ ഗോവ, ഇവിടൊക്കെ യാത്ര ചെയ്താലും ഇതുപോലുള്ളൊരു കടലിൻ്റെ ഒരവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല. കടൽ എന്ന് പറയുന്നത് 4 ഭാഗത്തും കടൽ, റോഡിൻ്റെ ആ ഭാഗത്തും കടൽ, റോഡിൻ്റെ ഈ ഭാഗത്തും കടൽ. പിന്നെ ഒരു 10 വർഷം മുമ്പുള്ള ഒരു കപ്പൽ ഇവിടെ അപകടത്തിൽപ്പെട്ട് അതുപോലെ നിലനിൽക്കുന്ന കടലിൽ എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. എനിക്ക് അന്വേഷണത്തിൽ കിട്ടിയത് ഏകദേശം 400ഓളം ചാക്ക് സിമൻറ്റ് അവിടെ നിന്ന് ആ കപ്പലിലുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഉറച്ചുപോയി. മറ്റൊരു കാര്യം ഇവിടുന്ന് നമുക്കറിയാവുന്ന, ഇവിടെയുള്ള 99% സാധനങ്ങളും കേരളത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാവട്ടെ മറ്റ് ഭക്ഷ്യ സാധനങ്ങളാവട്ടെ കേരളത്തിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തേണ്ടതുണ്ട് ഇവർക്ക്, ഈ ജനതയ്ക്ക്. പിന്നെ ഇവിടെ കേരളക്കാർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് മേഖലകളിൽ കേരളക്കാരുണ്ട്. പലരെയും നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നെ കടലിൽ നമ്മൾ കുളിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അതായത് നമ്മുടെ ആരോഗ്യ പ്രശ്നമായിട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. നാട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ പല സ്ഥലങ്ങളിലും ജീവിതത്തിൽ യാത്ര ചെയ്തപ്പോൾ അതായത് നമുക്ക് ഭയമില്ലാതെ ഇറങ്ങി ഇടപെടാൻ പറ്റുന്ന ഒരു ജനത, അത് നമ്മൾ എടുത്തു പറയുകയാണ്. ഭയമില്ലാതെ ഇറങ്ങി ഇടപെടാൻ പറ്റുന്ന ഒരു ജനതയാണ് ലക്ഷദ്വീപിലുള്ളത്. ഇപ്പം നമ്മുടെ സാധനങ്ങളാണ്, ഇപ്പോൾ ബൈക്കാണ്, മറ്റുള്ള സാധനങ്ങളാണ്, ബാഗാണ്, എവിടെയെങ്കിലും നമുക്ക് വെച്ചു പോകാൻ പോലും ഒരു ഭയം നമുക്ക് തോന്നുന്നില്ല. അതവിടെ വെച്ച യഥാസ്ഥലത്ത് അവിടെ ഉണ്ട് എന്നതും നമുക്ക് ഈ കുറഞ്ഞ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം. വിസ്മയം അവതരിപ്പിക്കുന്ന വാർത്തയിലെ വ്യക്തി എന്ന പ്രത്യേക പരിപാടി തുടർന്നും കേൾക്കാം. തയ്യാറാക്കിയത് അബ്ദുറഹ്മാൻ കള്ളിത്തൊടി, അവതരണം
അഷറഫ് നാറാത്ത്. നന്ദി.